100 പേരുടെ കേസെടുത്താൽ 100-ൽ 100 പേരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അത് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണ്. സൊസൈറ്റിയിലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ആൾക്കാരും ഇതൊരു സെക്സ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ സമൂഹം അതുവരെ വളർന്നിട്ടുള്ളൂ എന്ന് ഈ സമൂഹത്തോട് പറയേണ്ടി വരും. പോട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല. ഇനി നമുക്ക് സർജറിയിലേക്ക് വന്നാൽ, മറ്റേതൊരു സർജറിയേക്കാളും വ്യത്യസ്തവും സങ്കീർണവുമാണ് സെക്സ് റീഅസൈൻമെന്റ് സർജറി അഥവാ ജെൻഡർ കൺഫേമിംഗ് സർജറി എന്ന് പറയുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ നമ്മൾ വളരെ സിമ്പിളായി ഇതിനെ വിളിക്കുമെങ്കിലും ഒരു സെക്സ് ഓർഗന്റെ റീപ്ലേസ്മെന്റോ റീഇംപ്ലാന്റേഷനോ മാത്രമല്ല അവിടെ നടക്കുന്നത്. ഒരു വ്യക്തിയെ അയാളുടെ എക്സിസ്റ്റിംഗ് ജെൻഡറിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്ന ഒരു ജെൻഡറിലേക്ക് ശാരീരികവും മാനസികവുമായി രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ്. മറ്റ് സർജറി പോലെ ഒരു സർജിക്കൽ ടേബിളിൽ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയെടുക്കാവുന്ന ഒരു ഏർപ്പാടല്ല ഇത്. ഇറ്റ്സ് എ ചെയിൻ ഓഫ് പ്രോസസ്. 4-5 ഘട്ടങ്ങളിലായി 1-2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. കുറച്ചൊക്കെ അതേക്കുറിച്ച് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് ഡോക്ടർ. മെന്റലി ആൻഡ് ഫിസിക്കലി ഞാനതിന് പ്രിപ്പയർഡ് ആണ്. നോ അപൂർവ, യു ആർ സിംപ്ലി മിസ്റ്റേക്കൺ. വെറും ഗൂഗിളിലൂടെ നേടിയെടുത്ത ബേസുമായി മാത്രം അതിനെ സമീപിക്കരുത്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. പിന്നെ ഇത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അപ്രോച്ചും ആറ്റിറ്റ്യൂഡും അങ്ങനെയല്ല. അതെനിക്കറിയാം ഡോക്ടർ. അതുകൊണ്ടാണല്ലോ ഡോക്ടർ ജോബിനെ പോലൊരാൾ താങ്കളുടെ പേര് സജസ്റ്റ് ചെയ്തത്. ഡോക്ടർ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കൗൺസിലിങ്ങിനൊഴിച്ച് ബാക്കി എന്തിനും ഞാൻ തയ്യാറാണ്. കൊള്ളാം. ആ എന്ന അക്ഷരം ഒഴിച്ച് അക്ഷരമാല മുഴുവനും പഠിച്ചു എന്ന് പറയുന്ന പോലൊരു തമാശയാണിത്. ഒരു ഓട്ടപ്പന്തയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ആ മത്സരം നിങ്ങൾ എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കും? കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലരും കരുതുന്നത് പോലെ ഉപദേശിച്ച് മനസ്സ് മാറ്റുക എന്നതല്ല അതിലൂടെ അർത്ഥമാക്കുന്നത്. ജെൻഡർ അസൈൻ ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുക എന്നതാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, അങ്ങനെ പല ഘട്ടങ്ങളുണ്ടതിന്. അതുകൊണ്ട് കൗൺസിലിംഗ് അപൂർവ പറയും പോലെ ഒഴിവാക്കി മുന്നോട്ട് പോകാനാവില്ല. അതുപോലെ ഈ സർജറിക്ക് വിധേയമാകുന്ന ആളുടെ കൺസെൻറ്റ് മാത്രം പോരാ നമുക്ക്. ആ വ്യക്തിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന, സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുന്ന മറ്റൊരാളുടെ സമ്മതം കൂടി അതിനാവശ്യമായി വരും. അത് പേരൻസ് ആകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, പാർട്ട്ണർ ആവാം, അങ്ങനെ ആരുമാകാം. പക്ഷെ ആള് ജെനുവിൻ ആയിരിക്കണം എന്ന് മാത്രം. അപൂർവയുടെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഡു വൺ തിങ്. അപൂർവ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മനസ്സൊരു ക്ലീൻ ബോർഡാക്കി വെച്ചിട്ട് ഒന്നേന്ന് ആലോചിച്ചു തുടങ്ങുക. ഒരു ജെൻഡർ കൺഫേമിംഗ് സർജറി തനിക്ക് ആവശ്യമുണ്ടോ, അതോ ഇപ്പോഴത്തെ ജെൻഡറിൽ തന്നെ തനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ആരാവും തന്നെ അതിന് സഹായിക്കാൻ ഏറ്റവും ഉചിതമായ വ്യക്തി? ആദ്യം ഈ 2 ചോദ്യങ്ങൾക്കും അപൂർവ ഒരു ഉത്തരം കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. എന്താ? ശരി ഡോക്ടർ, ഞാൻ എന്നാ വിളിച്ചിട്ട് വരാം. ശരി. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണാൻ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡോക്ടറുമായിട്ടുള്ള മീറ്റിംഗ് എത്രമാത്രം അപ്പുവിനെ കോൺഫിഡൻ്റ് ആക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കല്പം സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് അവൾ എന്താ എങ്ങനെ ഒറ്റയ്ക്കെല്ലാം പ്ലാൻ ചെയ്യുന്നതെന്നാ. വി പി അങ്കിളും ഗീത ആൻറ്റിയും ഒക്കെ ഇതൊന്നും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. ആ കാര്യം അപ്പുവിന് നല്ല ബോധ്യമുണ്ട്. വിജയങ്ങളുടെയും ആൻറ്റിയുടെയും ഭാഗത്ത് നിന്ന് തനിക്കിനിയും നിർബന്ധവും ഭീഷണിയും നേരിടേണ്ടി വരുമെന്ന് അപ്പു ഭയക്കുന്നുണ്ട്. എത്രയും നേരത്തെ തന്നെ സർജറിക്ക് വിധേയായ പിന്നെ പാരൻസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഒഴിവാക്കാമല്ലോ. അതിനുവേണ്ടിയാ അപ്പു ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത്. സർജറിക്ക് നല്ല എമൗണ്ട് ആവില്ലേ ഡോക്ടർ? നല്ല എമൗണ്ട് ആവും. പക്ഷേ അങ്കിളിന്റെ ആന്റിയുടെ സമ്മതം ഇല്ലാതെ അവൾ ഇത്രയും കാശ് തനിച്ചെങ്ങനെ സംഘടിപ്പിക്കും ഡോക്ടർ? കാശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ.
അല്ലാതെയും കുറെ കടമ്പകൾ അപ്പുവിനെ നേരിടേണ്ടി വരും. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിൽ ഈ സർജറിക്ക് ആ വ്യക്തിയുടെ കൺസെന്റ് മാത്രം പോരാ. ഒന്നുകിൽ രക്ഷിതാക്കളുടെ, അല്ലെങ്കിൽ നിയമപരമായി അവരെ ദത്തെടുക്കുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും കൺസെന്റോടുകൂടി മാത്രമേ ഈ സർജറി നടത്താൻ പറ്റുള്ളൂ. മിക്കവരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ സർജറി നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പാരന്റ്ഷിപ്പ് ലീഗലി ഹയർ ചെയ്യുക പതിവ്. അപ്പുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്സസും ആ കുട്ടിക്ക് ഇപ്പം ഇല്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പാരന്റ്ഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായാൽ തന്നെ സർജറിയുടെ കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട്. 1-2 വർഷം നീണ്ടു നിന്നേക്കാവുന്ന പല സ്റ്റേജുകളായിട്ടാണ് ഈ സർജറി കംപ്ലീറ്റ് ആവുന്നത്. അതൊക്കെ അപ്പുവിന് തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? പോസിബിളായി ഒരു വഴിയേ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. പക്ഷേ അതിന് അപ്പു കൂടി മനസ്സ് വയ്ക്കണം. ഇമ്മീഡിയറ്റ് ഒരു സർജറിയിലേക്ക് പോവാതെ കുറച്ച് നാൾ കൂടി അപ്പുവിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം. ആ സമയം കൊണ്ട് അപ്പുവിൻ്റെ പാരൻസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെയും സഹകരണത്തോടെയും സർജറി നടത്തുക. അങ്ങനെ ഒരു സമ്മതവും സഹകരണവും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. പ്രത്യേകിച്ചും VP അങ്കിളുടെ ഭാഗത്തുനിന്ന്. ഗീതാൻറ്റിയുടെ സൈലന്റ് സപ്പോർട്ട് ഉണ്ടെന്ന് അപ്പുവുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. വിജയങ്ങളിനെ കൺവിൻസ് ചെയ്തെടുക്കാൻ ഒരു പരിധിവരെ ആൻറ്റിക്ക് കഴിഞ്ഞേക്കും. പിന്നെ ഞാനും ഡേസി ടീച്ചറും ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കും. ആ കൂട്ടത്തിൽ ഇയാളുടെ ചില സഹായങ്ങളും വേണ്ടിവരും കേട്ടോ. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർ. അപ്പുവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാണ്. എങ്ങനെയെങ്കിലും അപ്പുനെ പഴയ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമോ സുഹൃത്തെ. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി പഴയ ലൈഫ് എന്നൊന്നില്ല. അപൂർവ എന്ന പെൺകുട്ടി ഇനി ഒരിക്കലും അപ്പുവിലുണ്ടാവില്ല. അപ്പുവിന്റെ കണ്ണിൽ അത് കഴിഞ്ഞ ജന്മമായിരുന്നു. പുതിയ ജന്മത്തിൽ അപ്പു പൂർണ്ണമായും ഒരു പുരുഷനായി മാറും. അപൂർവ എന്ന തന്റെ ഭൂതകാലത്തെ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷൻ. അതുവരെ മറ്റുള്ളവരോടുണ്ടായിരുന്ന അപ്രോച്ച് ആയിരിക്കില്ല അപ്പുവിന് അയാളുടെ പുതിയ ജന്മത്തിലുള്ളത്. കേട്ടിട്ട് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയട്ടെ. ചുമ്മാ ഒരു ഗസ് വർക്ക്. അപ്പു പൂർണ്ണമായും ഒരു പുരുഷനായി മാറിക്കഴിഞ്ഞ അപ്പു തന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് മാളവിക ഭയക്കുന്നു. ശരിയല്ലേ? ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. അതൊന്നും പറ്റില്ലെന്ന് ഞാൻ അപ്പനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വ്യക്തമാക്കിയത് മാളവികയുടെ മനസ്സ്. പക്ഷേ അപ്പുവിന്റെ പുതിയ മനസ്സിലെ മാളവികയുടെ ചിത്രം അങ്ങനെ അല്ലെങ്കിലോ? അപ്പു എല്ലാ അർത്ഥത്തിലും ഏറ്റവും അടുത്തു നിന്നറിഞ്ഞ സ്ത്രീ സുഹൃത്ത് മാളവിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തന്നെ പുരുഷനായി അക്സെപ്റ്റ് ചെയ്യാനും മാളവികയ്ക്ക് കഴിയുമെന്ന് അപ്പു ചിന്തിച്ചാൽ അതിനയാളെ കുറ്റം പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഞാനിതൊന്നും തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. എല്ലാ തടസ്സങ്ങളും മറികടന്ന് അപ്പുവിന്റെ സർജറി കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന് താനൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. താൻ പേടിക്കണ്ട. അപ്പുവിന്റെ മനസ്സിൽ അങ്ങനൊരാഗ്രഹം മുളപൊട്ടാതിരിക്കാൻ എന്റെ മനസ്സിൽ ചില വഴികളൊക്കെ ഉണ്ട്. എന്താ അത്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. താൻ വാ.
ഹായ് ഡൂഡ്. ഇന്നെന്താ നേരത്തെ കട അടച്ചോ? ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് ബ്രോ. സൂർജേട്ടാ, അതെ, ഈ ക്യാഷ് കൂടി എൻ്റെ ID നമ്പർ വെച്ചിട്ട് ഒന്ന് അക്കൗണ്ടിലേക്ക് ഇട്ടേക്കോ. അത് നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് അടച്ചാൽ മതി. അത് പറ്റില്ല ഏട്ടാ, നാളെ ഞാൻ വരില്ല. എന്തുപറ്റി എനിക്ക്? ഇന്ന് നേരത്തെ പണി മതിയാക്കുന്നു, നാളെ ലീവ് എടുക്കുന്നു. എന്താടോ താൻ ഈ ജോലി മതിയാക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഹേയ്, അതൊന്നും അല്ല. നാളെ അമ്മയായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം, അതുകൊണ്ടാ. ഓ അങ്ങനെ. അപ്പോ തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങിയ മട്ടുണ്ടല്ലോ. ദേ കൊച്ചേ, തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അതൊക്കെ സോൾവ് ആക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ പരിഹരിച്ച് വേഗം താൻ കോളേജിൽ പോകാനുള്ള വഴി നോക്ക്. അല്ലാതെ ഇയാളെപ്പോലുള്ളവർക്ക് ഈ ജോലി ശരിയാവില്ല. പഠിക്കാൻ കിട്ടുന്ന ചാൻസ് വെറുതെ പാഴാക്കി കളയണ്ട. അതൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ സോൾവ് ആവുന്ന പ്രശ്നങ്ങളൊന്നും അല്ല. അതെന്താടോ അതിന് മാത്രം സീരിയസ് ആയ പ്രശ്നം? അതൊക്കെ ഞാൻ പിന്നെ പറയാം ചേട്ടാ. ഇപ്പം ഞാൻ പോട്ടെ. ദേ, ഈ ബാഗ് കൂടി ഒന്ന് ഹോട്ടലിൽ വെച്ചേക്കണേ പ്ലീസ്. ഓവ് ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അപ്പം നാളെ കഴിഞ്ഞ് കാണാം. ഓക്കെ. ആ. ട്യൂസ്ഡേ അല്ലേ അച്ഛൻ്റെ ചെന്നൈ ട്രിപ്പ്? അതെ, വെളുപ്പിനെ പോണോന്നാ പറഞ്ഞേ. എന്താ നീ ചോദിച്ചേ? അച്ഛൻ പോകുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യങ്ങള്? ചുമ്മാ സസ്പെൻസ് ഇടാതൊന്ന് പറ. എന്താ നിന്റെ മനസ്സിൽ? അമ്മ, കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ അരവിന്ദ് കുമാറിനെ കണ്ടിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ലീഡിംഗ് പ്ലാസ്റ്റിക് സർജൻ. എന്തിനാ നീ അയാളെ കണ്ടത്? അതെന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? ഈ സമയത്ത് ഞാനൊരു പ്ലാസ്റ്റിക് സർജനെ കാണണമെങ്കിൽ അതിനുള്ള റീസൺ എന്താണെന്ന് അമ്മയ്ക്ക് ഊഹിച്ചൂടെ? അപ്പോ നീ എന്തിനുള്ള പുറപ്പാടാ? എല്ലാത്തിനും ഒരു സമയവും സാവകാശം വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. പിന്നെ എന്തിനാ ധൃതി പിടിച്ച് നീ ആ സർജനെ കാണാൻ പോയത്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. തുറന്നു പറയാലോ അമ്മ, ഇപ്പൊ VPക്ക് മുന്നിൽ ഞാനും അമ്മയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ നാടകം എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു പോവാന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഒടുവിൽ കാര്യത്തോടടുക്കുമ്പോ അച്ഛൻ പിടിതരാതെ വഴുതി മാറുകയും ചെയ്യും. ആ അവസ്ഥയിൽ പിന്നെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്നത് ഞാനായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാ എനിക്കും എന്റേതായ ചില വഴികൾ നോക്കണ്ടേ? അതിനുവേണ്ടി ചില മുൻകരുതൽ. അതുകൊണ്ടാ ഞാനിന്ന് ഡോക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞത്. ഇന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി. എന്ത് ഗുണം? വീട്ടുകാരുടെ സമ്മതം ഇല്ലെങ്കിൽ കൂടി സർജറി നടത്താൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ആശ്വാസമായി എനിക്ക്. ഇനിയിപ്പോ VP അമ്മയും കൂടി കാലം മാറിയാലും അതിന്റെ പേരിൽ എനിക്ക് എന്റെ സർജറി മുടങ്ങില്ല. നീ നിർത്തുന്നുണ്ടോ? അപ്പോ പണത്തിനോട് ആർത്തിയുള്ള ഡോക്ടർമാര് അങ്ങനെ പലതും പറഞ്ഞ് മോഹിപ്പിച്ചെന്നിരിക്കും. അതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയാ നിന്റെ ലൈഫ് തന്നെ സ്പോയിലായി പോവും, പറഞ്ഞേക്കാം. അമ്മയ്ക്ക് തെറ്റി. ഡോക്ടർ അരവിന്ദ് കുമാർ അങ്ങനെ കാശിനോട് ആർത്തിയുള്ള ഒരാളല്ല. സ്വന്തം എത്തിക്സിനോട് നീതി പുലർത്തുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഡോക്ടറാ. എനിക്ക് ഡോക്ടറെ റെഫർ ചെയ്തതും അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അപ്പോ സ്വന്തം നിലയ്ക്ക് നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടാനാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താ? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. അഥവാ അച്ഛൻ ഈ കാര്യം അക്സെപ്റ്റ് ചെയ്തില്ലെന്നിരിക്കട്ടെ, എങ്കിൽ നിന്റെ പ്ലാൻ എന്താ? ഞങ്ങളുടെ സമ്മതം ഇല്ലാതെ സർജറി നടത്താമെന്നോ? അതെങ്ങനെ ശരിയാവും? അപ്പോ അതെന്താ ശരിയാവാത്തത്? വീട്ടുകാരുടെ സമ്മതത്തോടെ സർജറി നടത്താൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാ ഡോക്ടറും പറഞ്ഞത്. എനിക്കും അത് തന്നെ ആഗ്രഹം. പക്ഷെ അതിനുള്ള ചാൻസ് സത്യസന്ധമായി പറഞ്ഞ 50% താഴെയല്ലേ അമ്മ? അപ്പൊ പിന്നെ ഞാൻ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ എന്താ കുഴപ്പം?
കുഴപ്പമുണ്ട്. നീ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ സമ്മതം ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. പക്ഷെ അതിനുള്ള ചെലവോ അതാര് വഹിക്കും? നിസാര കാശ് പോരല്ലോ അതിനൊന്നും. അതിനുള്ള സോഴ്സ് നീ എങ്ങനെ മാനേജ് ചെയ്യും? സമ്മതപത്രം ഒപ്പിട്ട് തരുന്നവര് നിനക്ക് കാശും തന്ന് സഹായിക്കൂ? അപ്പോ ഞാൻ നിന്നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല. ഇതിന്റെ പേരിൽ നീ ഇപ്പൊ ആലോചിച്ച് തുടങ്ങിയിട്ടില്ലാത്ത പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ കാശിനുള്ള വഴിയും ഞാൻ വേറെ കണ്ടെത്തണമെന്നാണോ അമ്മ പറയുന്നത്? നീ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട അപ്പോ. അച്ഛനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാനാ ഞാനും ഈ പെടാപ്പാട് പെടുന്നത്. നിനക്കറിയോ അപ്പോ, ഇതുവരെയുള്ള എന്റെയും വിപിയുടെയും ജീവിതത്തില് പരസ്പരം കള്ളം പറയോ കുത്തുവാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തുവോ അങ്ങനെ ഒന്നും വേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. ആ എനിക്കാണ് ഇപ്പൊ മിനിറ്റിന് നിനക്ക് വേണ്ടി കള്ളം പറയേണ്ടി വരുന്നത്. ഉള്ളിൽ കരഞ്ഞോണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ സന്തോഷം അഭിനയിക്കേണ്ടി വരുന്നത്. ഭർത്താവിനെ ഞാൻ പറ്റിക്കുകയാണല്ലോ എന്ന കുറ്റബോധത്തോടെയാ. ഓർക്കുമ്പോ അതെന്റെ മോൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്കുക ഞാൻ. അതിന്റെ കൂടെ അനാവശ്യമായി ധൃതി കാണിച്ച് നീയും കൂടെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരല്ലേ അപ്പോ? ശരി, ഞാൻ ഒന്നിനും വരുന്നില്ല. ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അച്ഛന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമായി അറിയാൻ ഞാൻ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? അതിനും ഞാൻ തയ്യാറാ. പക്ഷെ എനിക്ക് വേണ്ടി അമ്മ ഒരു ഉപകാരം ചെയ്യണം. അച്ഛൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അമ്മ എൻ്റെ കൂടെ ഒരാളെ കാണാനെന്ന് വരണം.